അപ്പോൾ ലിയോ ഞാൻ നിങ്ങളുടെ കാർഡ്സ് ഷഫിൾ ചെയ്യുമ്പോൾ ഒരു എനർജി കണ്ടത് എന്താ വെച്ചാൽ ഒരു തടസ്സം ഒരു ബ്ലോക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കണ്ടു ഞാൻ. പക്ഷേ ജൂലൈയിൽ ഈ തടസ്സം ഈ ബ്ലോക്കും അതൊക്കെ മാറാൻ പോകുന്നുണ്ട്. ആൻഡ് ഒരു നല്ല പോസിറ്റീവ് ഔട്ട്കം ആണ് ഞാൻ കണ്ടിരിക്കണേ. പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാണ്ട് ആൻഡ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ റീഡിങ്ങിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ മെസ്സേജ് വരണേ, ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണെന്ന് നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലിയോ, ഇത് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ്. നമ്മൾക്ക് തുടങ്ങാം. എന്താ മെസ്സേജസ് വരണമെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും എല്ലാം മെസ്സേജസ് ബാധിക്കില്ല. റെസുനേറ്റ് ആവണത് എടുക്കുക, റെസുനേറ്റ് ആവാത്തത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. ഇത് ലിയോ സൺ സൈൻ, മൂൺ സൈൻ, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരും. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, അതുകൊണ്ട് നിങ്ങൾ വാട്സാപ്പ് ചെയ്യുമ്പോൾ ഞാൻ മെസ്സേജ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലിയോ, നിങ്ങൾ രണ്ടാളുടെയും ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ ഞാൻ കാണുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഒരു ഡിവൈൻ ടൈമിങ്ങിൻ്റെ എനർജി കാണാണ്ട്. ഓക്കെ, എന്തോ ഇവിടെ ഒരു ഡെസ്റ്റിനിയുടെ എനർജി കാണാണ്ട്. ചിലവർക്ക് നിങ്ങളുടെ ഈ പേഴ്സൺ നിങ്ങളുടെ പാർട്ട്ണറാണ് എന്ന് വെച്ചാൽ നിങ്ങൾ മാരിഡ് ആണ്. ഓക്കെ, പക്ഷേ ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അതല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പേഴ്സൺ മാരിഡ് ആയിരിക്കാം. അതല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാളും വേറെ വേറെ ആൾക്കാരുടെ കൂടി മാരിഡ് ആവാം. ആൻഡ് ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാതിരി ഒരു എനർജി ആവാം. അപ്പോൾ എന്തോ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് കാണാണ്ട്. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, വഴക്കുണ്ട്. രണ്ടാളുടെയും എനർജിയിൽ ഞാൻ ഒരു ബാലൻസ് ചെയ്യണ എനർജി കാണാണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ രണ്ടാളും ഈ സിറ്റുവേഷനെ ബാലൻസ് ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ നിങ്ങൾ കുറേ ഒരു ഇംബാലൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ഒട്ടും ബാലൻസ് ഫീൽ ചെയ്യുന്നില്ല. ചില സമയത്ത് നിങ്ങൾക്ക് തോന്നും ഇത് ശരിയാണ്, ചില സമയത്ത് നിങ്ങൾക്ക് തോന്നും ഇത് ശരിയല്ല. അപ്പോൾ എന്തോ ഒരു തീരുമാനം നിങ്ങൾ എടുക്കാൻ നോക്കുവാണ്. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് വെയിറ്റ് ചെയ്ത് തീരുമാനം എടുത്താൽ മതി എന്ന് അങ്ങനെ ഒരു എനർജിയിലാണ് നിങ്ങൾ. എന്തോ ഒരു വലിയ തീരുമാനം വരാൻ പോകുന്നുണ്ട്. പക്ഷേ അഗൈൻ ഞാൻ കാണുന്നത് എന്തോ ഒരു റെന്യൂവൽഡ് എനർജിയും കാണാണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കുറേ ഹോപ്പ് ഉണ്ട് എല്ലാം ശരിയാവും എന്ന്. അപ്പോൾ യൂണിവേഴ്സും നിങ്ങളോട് കുറച്ച് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാനാണ് പറയണത്. എന്താ വെച്ചാൽ എന്തോ ഒരു വലിയ ചേഞ്ച്, മാറ്റം വരാൻ പോകുന്നുണ്ട് ഈ സിറ്റുവേഷനിൽ. ഇവരുടെ എനർജി ഞാൻ നോക്കുമ്പോൾ ഇവർ കുറച്ചൊരു റിജിഡ് എനർജിയിലാണ്. ഇവർ മാരിഡ് ആയിരിക്കാം, ഈ പേഴ്സൺ മാരിഡ് ആയിരിക്കാം. അവരും ഈ സിറ്റുവേഷനിൽ പ്രേ ചെയ്യാണ് എല്ലാം ശരിയാവണം എന്ന്. ഞാൻ കാണുന്നത് അവർ ഹോപ്പ് ചെയ്യണത് എന്താ വെച്ചാൽ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ രണ്ടാളുടെ ഇടയ്ക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല വെച്ചാൽ ഈ പേഴ്സൺ ഉടനെ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ പാസ്റ്റിലുണ്ടായേ, പാസ്റ്റിൽ എന്താണ് സിറ്റുവേഷൻ? പാസ്റ്റിൽ സിറ്റുവേഷൻ ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറേ ഒരു പ്രാക്ടിക്കൽ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളും മീറ്റ് ചെയ്തത് നിങ്ങളുടെ ജോലിയുടെ ത്രൂ ആയിരിക്കും. ഇവിടെ ഒരു പേഴ്സൺ കുറേ പാഷനറ്റ് ആണ്, മറ്റേ പേഴ്സൺ കുറേ പ്രാക്ടിക്കലാണ്. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് സീക്രട്ടാണ്. എന്ന് വെച്ചാൽ ഒരു പേഴ്സണെ മറ്റേ പേഴ്സൻ്റെ ഫീലിങ്സിനെ കുറിച്ച് അറിയില്ല, ആൻഡ് മറ്റേ പേഴ്സണും ഈ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണെന്ന് അറിയില്ല, മുഴുവനെ അറിയില്ല. അപ്പോൾ എന്തോ സീക്രട്ട് ഫീലിങ്സ്, ഇതൊരു ഹിഡൻ അഫെയറിൻ്റെ എനർജിയും ആവാം. അപ്പോൾ നിങ്ങൾ രണ്ടാളും സെയിം ഓഫീസിലായിരുന്നു വെച്ചാൽ ഇവിടെ സീക്രട്ട് ഫീലിങ്സിൻ്റെ എനർജി കാണാണ്ട്. പക്ഷേ ഈ സിറ്റുവേഷനിൽ എന്താ വേണ്ടതെന്ന് അറിയാത്തൊരു സിറ്റുവേഷനാണ്. എന്താ വെച്ചാൽ ഇതിൽ ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്, ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോവോ ഇല്ലേ അതൊന്നും അറിയാണ്ട് നിങ്ങൾക്ക് പക്ഷേ ഫീലിങ്സ് ഉണ്ട്, അത് ഓപ്പണായി നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവില്ല. ഇല്ല വെച്ചാൽ ഒരു റിലേഷൻഷിപ്പ് ഒരു സീക്രട്ടാണ് വെച്ചാൽ ഇത് മുമ്പോട്ടേക്ക് പോവോ അറിയില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ് കാണുന്നത്. അപ്പം നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഇപ്പോൾ എന്താണ്? ഇപ്പോഴത്തെ ഫീലിങ്സിൽ ഞാൻ ടവറാണ് കാണുന്നത്. എന്തോ ഒരു മാറ്റം വരണോ.
നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ സ്ട്രോങ് ഇമോഷൻസാണ് ഞാൻ കാണുന്നത്. ഇവരും നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യണത്. പക്ഷേ മുമ്പോട്ട് പോകാനുള്ള പേടി നിങ്ങൾക്ക്. ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? അവർ നിങ്ങളെ കുറേ ഒരു കോൺഫിഡൻ്റ് ആയ ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത്. ഓക്കെ, അവർക്ക് എപ്പോഴും ഒരു അഡ്മിറേഷൻ ഉണ്ട്. അത് ഈ പേഴ്സൺ ലിയോ എപ്പോഴും ഒരു കോൺഫിഡൻ്റ് ആയിട്ടാണ്. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ട്രോങ് ഒരു അട്രാക്ഷൻ ഉണ്ട്. ഞാൻ കാണുന്നത് അവർ ഈ സമയത്ത് എന്തോ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് അവർ വിചാരിക്കണത് എന്താ വെച്ചാൽ കുറച്ച് സമയമായാൽ ഇതൊക്കെ ശരിയാവും. അവർ എന്തോ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് നോക്കുവാണ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു എൻഡിങ് ഉണ്ടായി, നിങ്ങൾ രണ്ടാളും ഈ സിറ്റുവേഷനെ എൻഡ് ചെയ്യാൻ വിചാരിച്ചു വെച്ചാൽ ഇവിടെ ഒരു റെന്യൂവൽ ഉണ്ട്. അപ്പോൾ എന്താണ് ഈ നിങ്ങളുടെ ഇൻറ്റൻഷൻ? നിങ്ങളുടെ ഇൻറ്റൻഷൻ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ ആണ് വിചാരിക്കണേ. നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടില്ല അതുവരെ. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ അവർ ക്ലിയർ ആണ്. അവർ നിങ്ങളെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളോട് പറയാൻ പോവാണ്. അപ്പോൾ അവർ ആ ഇൻറ്റൻഷൻ വെക്കുകയാണ്, എന്താ വെച്ചാൽ ശരിയായ സമയമാകുമ്പോൾ ഞാൻ ലിയോയുടെ എല്ലാം കാര്യങ്ങൾ തുറന്ന് പറയും. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷനിൽ ഞാൻ കാണുന്നത് പേജ് ഓഫ് കപ്സ്, ഒരു പുതിയ റൊമാൻറ്റിക് ബിഗിനിങ്. ഇവരുടെ ആക്ഷനിൽ ഞാൻ കാണുന്നത് സക്സസിൻ്റെ എനർജിയാണ്. അപ്പോൾ അവർക്ക് ആ കോൺഫിഡൻസ് ഇല്ല വെച്ചാൽ ഇപ്പോൾ ആ കോൺഫിഡൻസ് വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു സെപ്പറേറ്റഡ് എനർജി ആയിട്ടാണ് കാണുന്നത്. പക്ഷെ അവർക്ക് ആ കോൺഫിഡൻസ് വരുമ്പോൾ ഞാനിവിടെ ഒരു റീകൺസിലിയേഷൻ്റെ ആക്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ അവർ ഡെഫിനറ്റ്ലി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. എന്താണ് ഔട്ട്കം? ഔട്ട്കം എന്താ വെച്ചാൽ ചാരിയറ്റ്. അപ്പോൾ ഈ സിറ്റുവേഷൻ ഇപ്പോൾ ഉടനെ മുമ്പോട്ടേക്ക് പോകാൻ തുടങ്ങും. പറഞ്ഞാൽ നിങ്ങൾ ഒരു പോസിറ്റീവ് ചേഞ്ച് കാണാൻ തുടങ്ങും ഈ റിലേഷൻഷിപ്പിൽ. ഇപ്പോൾ അത്ര സമയം എടുക്കില്ല. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരണു. ആൻഡ് ഈ റിലേഷൻഷിപ്പിൽ കുറേ കാര്യങ്ങളിപ്പോൾ ക്വിക്ക്ലി മുമ്പോട്ടേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ ഞാൻ സൈൻസ് കാണുന്നത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്, ക്യാൻസർ, പൈസീസ് ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്. അപ്പോൾ എന്താണ് വേറെ? ടോറസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിരിക്കണേ ഏരീസ്. അപ്പോൾ നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ ഒരു ഏരീസ് ആവാം. പിന്നെ ഇവിടെ വന്നിരിക്കണേ എന്താ, ജെമിനൈ. സ്കോർപ്പിയോ. ഇവിടെ കാപ്രിക്കോൺ വന്നിരിക്കണു. അപ്പോൾ എന്താണ് ഇവിടെ ഒറക്കിൾ മെസ്സേജ്? ഒറക്കിൾ മെസ്സേജ് പറയണത് എന്താ വെച്ചാൽ ഫ്രീ യുവർ സെൽഫ്. ഇറ്റ്സ് ടൈം ടു ടേക്ക് ബാക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ പറയണേ, നിങ്ങൾ ഈ സിറ്റുവേഷൻ ഇപ്പോൾ ഒരു സ്റ്റാഗ്നൻറ്റ് സിറ്റുവേഷനിലാണ് വെച്ചാൽ ഇതിന് നിങ്ങളിപ്പോൾ കുറേ ഫ്രീ ആവാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇതിലൊരു ഫോർവേഡ് മൂവ്മെൻറ്റ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലെടുക്കാനുള്ള സമയമായിരിക്കണം. ഇതുവരെ നിങ്ങൾക്ക് എല്ലാം ഒരു ഔട്ട് ഓഫ് കൺട്രോളായി തോന്നിയിട്ടുണ്ടാവും. ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവും. ബട്ട് ഇപ്പോൾ അങ്ങനെയല്ല ഉണ്ടാവാൻ പോണത്. അപ്പോൾ നല്ല പോസിറ്റീവ് റീഡിംഗ് ആണ് ഇത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്കൊരു പെയ്ഡ് സെഷൻ ബുക്ക് ചെയ്യാം. വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.